ശ്രുതിസ്മൃതിപുരാണാനാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. 4 വേദങ്ങളിൽ നിന്നായിട്ട് ആ വേദങ്ങളിൽ എല്ലാറ്റിലും ഉപനിഷത്തുകളുണ്ട്. ആ ഉപനിഷത്തുകൾക്കുള്ളിലായിട്ട് വരുന്ന മഹാവാക്യം, അങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യത്തിലേക്ക് നാം കടക്കുന്നു. അതിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ മഹാവാക്യം വരുന്നത് അതിലെ മധുകാണ്ഡത്തിലുള്ള 1-ാമത്തെ അധ്യായത്തിലാണ്. 6 അധ്യായങ്ങളുള്ളതിൽ ആദ്യത്തെ 2 അധ്യായം മധുകാണ്ഡം, 3ഉം 4ഉം അധ്യായങ്ങൾ അത് മുനികാണ്ഡമെന്നും യാജ്ഞവൽക്യകാണ്ഡം എന്നും അറിയപ്പെടുന്നു. പിന്നെ 5ഉം 6ഉം കാണ്ഡങ്ങൾ അത് ഖിലകാണ്ഡമാണ്. ഈ കാണ്ഡങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത, എന്നാൽ ലൗകികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ ഹൃദയത്തിൽ പൊന്തി വരാനിടയുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇതിൽ 2ാമത്തെ അധ്യായം, മധുകാണ്ഡത്തിലുള്ള 2ാമത്തെ അധ്യായം, 1-ാം അധ്യായത്തിലാണ് ഈ മഹാവാക്യം വരുന്നത്. എങ്കിലും നമ്മുടെ ചർച്ചയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 2ാം അധ്യായത്തിലേക്ക് കടന്ന് ഇതിൻ്റെ ഒരു പീഠിക ഒരുക്കാം എന്ന് ആഗ്രഹിക്കുന്നു. അതിൽ നമ്മൾ യാജ്ഞവൽക്യൻ എന്നു പേരായ ഋഷിയെ, മഹാഗുരുവിനെ നമ്മുടെ നിങ്ങൾ നേരിട്ട് കാണും. യാജ്ഞവൽക്യകാണ്ഡം എന്നുള്ള 2ാമത് കാണ്ഡം, അത് യാജ്ഞവൽക്യനും അതേപോലെ തന്നെ അവിടെ ജനക മഹാരാജാവ് സംഘടിപ്പിച്ചതായ ആ മഹാസദസ്സിൽ പങ്കെടുത്ത ബ്രഹ്മജ്ഞാനികളും തമ്മിൽ നടന്ന സംവാദം 3-ാം അധ്യായം. അതാണ് യാജ്ഞവൽക്യകാണ്ഡത്തിലെ ആദ്യ അധ്യായം, ഈ ഉപനിഷത്തിലെ 3-ാം അധ്യായം. അത് കഴിഞ്ഞാൽ 4-ാം അധ്യായം, ഉപനിഷത്തിലെ 4-ാം അധ്യായം, യാജ്ഞവൽക്യകാണ്ഡത്തിലെ 2-ാം അധ്യായം. അത് യാജ്ഞവൽക്യനും ജനക മഹാരാജാവും തമ്മിലുള്ള സംവാദമാണ്. അതിലൂടെ ബ്രഹ്മത്തെ, ഈ പ്രപഞ്ചത്തിൻ്റെ ആദികാരണത്തെ നേരിട്ട് സംശയലേശം പോലും ഇല്ലാതെ ഗ്രഹിക്കാനുള്ളതായ അവസരം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആ യാജ്ഞവൽക്യകാണ്ഡത്തിന് മുമ്പുള്ള മധുകാണ്ഡത്തിലെ 2-ാം അധ്യായം, അതിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. യാജ്ഞവൽക്യൻ മഹാപണ്ഡിതനായിരുന്നു. ബ്രഹ്മജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ശേഷിയുള്ള പണ്ഡിതന്മാരെ ആരും ഉണ്ടായിരുന്നില്ല ഭൂമണ്ഡലത്തിൽ. മഹാജ്ഞാനികളുണ്ട്, ബ്രഹ്മജ്ഞാനികളുണ്ട്, അതിനൊന്നും യാതൊരു സംശയവും ഇല്ല. അവരെല്ലാവരും ജനക മഹാരാജാവിൻ്റെ ആ സദസ്സിൽ, ഒരു മഹായജ്ഞത്തോടൊപ്പം നടന്ന സദസ്സാണ്, ആ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. പാഞ്ചാലത്തു നിന്നും കുരുദേശത്തു നിന്നും വന്നതായ അനേകം ബ്രഹ്മജ്ഞാനികൾ അവർ പങ്കെടുക്കുന്നു. അപ്പോഴേക്കും ജ്ഞാനിയായ ജനകന് ഒരാഗ്രഹം തോന്നി. ഈ വന്നിരിക്കുന്നവരെല്ലാം ബ്രഹ്മജ്ഞാനികളാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും സമർത്ഥനായ ബ്രഹ്മജ്ഞാനി, ഏറ്റവും ശ്രേഷ്ഠനായ മഹാജ്ഞാനി ആര് എന്നറിയാനൊരു കൗതുകം. അതറിയേണ്ടത് ബ്രഹ്മജ്ഞാനം ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായി കാണുന്ന ഏത് ഒരു വിദ്യാർത്ഥിയുടെ മണ്ഡലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ജനകൻ. എങ്കിലും യാജ്ഞവൽക്യന്റെ മുന്നിൽ അദ്ദേഹം വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിയുടെയും അവകാശമാണ്, ആഗ്രഹമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു പരീക്ഷ അവിടെ വയ്ക്കുന്നുണ്ട്. അവിടെ 3-ാമത്തെ അധ്യായത്തിൽ ആ പരീക്ഷയിൽ പ്രഗത്ഭരായിരിക്കുന്ന
പണ്ഡിതന്മാര് യാജ്ഞവൽക്യനോട് നേരിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. ഓരോരുത്തരും വേദവിജ്ഞാനത്തിന്റെ ഓരോ മണ്ഡലത്തിൽ നിന്ന് വന്നവരാണ്. വേദം സകല വിജ്ഞാനത്തെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് വസ്തുത. ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചില്ലെങ്കിലും വേദങ്ങളുടെ സന്ദേശത്തെ ഗുരുപരമ്പരയിലൂടെ പഠിക്കുന്ന ഏതൊരാളിനും വളരെ പെട്ടെന്ന് വ്യക്തമായി തീരും. സകല വിജ്ഞാനവും വേദത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ട് വേദതത്വങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്തതായിട്ട്, വേദതത്വങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ട് യാതൊന്നും ഈ ജഗത്തിൽ വിജ്ഞാനമണ്ഡലത്തിൽ ഇല്ല. അതാണ് വേദങ്ങളുടെ മഹത്വം. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആളുകൾ വേദങ്ങളുടെ തന്നെ വിവിധങ്ങളായ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന അതിപ്രഗത്ഭന്മാരാണ്. അവരെല്ലാവരും യാജ്ഞവൽക്യനോട് ഏറ്റുമുട്ടി വാദപ്രതിവാദത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാജാവ് അതിൽ ജയിക്കുന്നയാളിന്, ബ്രഹ്മിഷ്ഠന്, ഒരു വലിയൊരു സമ്മാനം അവിടെ നിർത്തിയിട്ടുണ്ട്. 1000 പശുക്കൾ, ഒന്നാന്തരം പശുക്കൾ. അതിൻ്റെ എല്ലാം കൊമ്പുകളിൽ സ്വർണം കെട്ടിയിരിക്കുന്നു. 10 തോല സ്വർണം വീതം കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ആരാണോ ബ്രഹ്മിഷ്ഠനായി എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നത് ആ ആളിന് കൊടുക്കാനുള്ള സമ്മാനമാണത്. അത് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ബ്രഹ്മിഷ്ഠൻ ആരാണ് എന്ന്, അല്ലയോ മഹാജ്ഞാനികളെ, ബ്രഹ്മജ്ഞാനികളെ, നിങ്ങൾ തന്നെ തീരുമാനിക്കാനുള്ള അധികാരം അവർക്ക് കൊടുക്കുകയാണ്. പക്ഷെ അവർക്കാർക്കും ആരാണ് ബ്രഹ്മിഷ്ഠൻ എന്ന് നിർണയിക്കാൻ സാധിച്ചില്ല. അവർ അന്യോന്യം മുഖത്തോട് മുഖം നോക്കി. ആ അവസരത്തിൽ യാജ്ഞവൽക്യൻ ഉടനെ തന്നെ തൻ്റെ ശിഷ്യനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ സഭയിൽ വെച്ച്, രാജാവിൻ്റെ മുന്നിൽ വെച്ച്, ആ പണ്ഡിതന്മാരുടെ മുന്നിൽ വെച്ച് ഈ പശുക്കളെല്ലാം അഴിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. അദ്ദേഹം ആജ്ഞാപിച്ചു. ഇത് കേട്ടിട്ട് മറ്റ് ബ്രഹ്മജ്ഞാനികൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഇവിടെ മത്സരം നടന്നിട്ടില്ല, നിർണയം നടന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ യാജ്ഞവൽക്യൻ സമ്മാനം കൊണ്ടുപോകാനായിട്ട് തൻ്റെ ശിഷ്യനോട് പറയുകയാണ്. അവർ കോപിച്ചു. അവർ ഓരോരുത്തരായിട്ട് യാജ്ഞവൽക്യനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയാണ്. ഓരോരുത്തരെയായിട്ട് യാജ്ഞവൽക്യൻ തോൽപ്പിക്കുന്നു. യാജ്ഞവൽക്യൻ ഉറപ്പുണ്ട് താനാണ് ബ്രഹ്മിഷ്ഠൻ എന്ന്. അതുകൊണ്ടാണ് ആ പശുക്കളെ മുഴുവൻ കൊണ്ടുപോയിക്കൊള്ളാനായിട്ട് തൻ്റെ ശിഷ്യനോട് കൽപ്പിച്ചത്. അങ്ങനെ ആ 3-ാം അധ്യായത്തിൽ, യാജ്ഞവൽക്യകാണ്ഡത്തിലെ ആദ്യ അധ്യായം, അല്ലെങ്കിൽ ആ ഉപനിഷത്തിലെ 3-ാം അധ്യായം, ആ 3-ാം അധ്യായത്തിൽ യാജ്ഞവൽക്യന്റെ മഹാപ്രതിഭ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അതിലൂടെ പരമാത്മാവിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ജ്ഞാനവും നമുക്ക് ലഭിക്കും. ഈ വാദപ്രതിവാദങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്ത്രീകൾ വേദം പഠിച്ചിരുന്നില്ല, സ്ത്രീകൾ വേദം പഠിക്കാൻ പാടില്ലെന്നൊക്കെ നിയമം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും വളരെ കുൽസിതമായിട്ടുള്ള വാദങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. യാജ്ഞവൽക്യനോട് 2 തവണ ഏറ്റുമുട്ടിയത് ഗാർഗിയ. അതൊരു അമ്മയാണ്, നമ്മുടെ എല്ലാം അമ്മ ഗാർഗി, വചക്കിനുവിൻ്റെ മകൾ. അതുകൊണ്ട് വാചക്കിനവി എന്ന് അറിയപ്പെടും. ആദ്യ തവണ ഗാർഗി യാജ്ഞവൽക്യനോട് ഏറ്റുമുട്ടി, മറ്റനേകം പേര് തോറ്റുപോയി. അതുകൊണ്ട് ഗാർഗി യാജ്ഞവൽക്യനോട്, ഞാനിതാ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ ചോദിച്ചുകൊള്ളൂ എന്ന് യാജ്ഞവൽക്യൻ. അതിന് കൃത്യമായ മറുപടി യാജ്ഞവൽക്യനിൽ നിന്ന് വന്നു. ഗാർഗിയുടെ ആ യാജ്ഞവൽക്യനെ തോൽപ്പിക്കാനുള്ള ശ്രമം അവിടെ പരാജയപ്പെടുന്നു. ഗാർഗി പറഞ്ഞു, അല്ലയോ പണ്ഡിതന്മാരെ, നിങ്ങൾ ആരും വിചാരിച്ചാൽ ഈ യാജ്ഞവൽക്യനെ തോൽപ്പിക്കാനാവില്ല, അത്ര കണ്ട് മഹാജ്ഞാനിയാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് വീണ്ടും ചില ആളുകൾ അദ്ദേഹത്തോട് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗാർഗി യാജ്ഞവൽക്യനോട് തർക്കത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഭാരത സ്ത്രീത്വത്തിൻ്റെ ബൗദ്ധികമായിട്ടുള്ള വളർച്ച എന്താണ് എന്ന് ഉപനിഷത്തുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് എല്ലാ പ്രകാരത്തിലും മഹനീയമായിരിക്കുന്ന ബൃഹദാരണ്യകോപനിഷത്ത്, ആ പേര് തന്നെ വിളിച്ചു പറയുന്നു ബൃഹദ് എന്ന്. ആ ബൃഹദാരണ്യകോപനിഷത്ത് നമ്മുടെ മുന്നിൽ കാണിക്കുന്നു. എന്ന് മാത്രമല്ല, വേറെയും അനേകം ഉദാഹരണങ്ങൾ അതിനകത്തുണ്ട്. അതിലേക്കാണ് ഈ യാജ്ഞവൽക്യനാണ്
അവസാനം സന്യസിക്കാൻ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ ഇതേപോലെ കിട്ടി. ജനക മഹാരാജാവിൽ നിന്ന് കിട്ടി. മറ്റനേകം മഹാരാജാക്കന്മാർ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ സമർപ്പിച്ചു. അങ്ങനെ അളവില്ലാത്തതായ സമ്പത്താണ്. അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ടായിരുന്നു, മൈത്രേയിയും കാത്യായനിയും. അദ്ദേഹം സന്യസിക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്കും അവർ രണ്ടുപേരെയും അരികെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാൻ സന്യസിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ അളവില്ലാത്തതായ സ്വത്ത് 2ആയിട്ട് വിഭജിച്ച് നിങ്ങൾ 2 പേർക്കുമായിട്ട് ഞാൻ തരാൻ പോവാണ്, അദ്ദേഹം പറഞ്ഞു. അപ്പോഴേക്കും കാത്യായനി അതിന് വിപരീതമായിട്ട് യാതൊന്നും പറഞ്ഞില്ല. എന്നാൽ മൈത്രേയി ഉടനെ തന്നെ യാജ്ഞവൽക്യനോട് ചോദിച്ചു, അല്ലയോ യാജ്ഞവൽക്യ, അങ്ങ് തരുന്നതായ ഈ സമ്പത്ത് അത് അളവില്ലാത്തതാണ്. ഇനി ഭൂമി മുഴുവൻ അങ്ങ് തന്നു എന്നിരിക്കട്ടെ, അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. എന്നാൽ പോലും അത് മുഴുവൻ കിട്ടിയാലും ഞാൻ അമൃതയായിത്തീരുമോ? ഇതായിരുന്നു ചോദ്യം, മൈത്രേയിയുടെ ചോദ്യം. ഈ സമ്പത്ത് എന്നെ അമൃതത്വത്തിലേക്ക് എത്തിക്കുമോ? മരണരഹിതമായ അവസ്ഥ. ഈ ലോകത്തിലെ സമസ്ത ചരാചരങ്ങളും എനിക്ക് മരണമുണ്ട് എന്ന് അറിഞ്ഞിട്ട് അതിൽ ഭയക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആള് മരണത്തെ ഭയക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് ഭയക്കുന്നു. മരണശേഷം ഉണ്ടോ, മരണശേഷം ഇല്ലയോ, അത് എല്ലാവരുടെയും ഒരു ചിന്താവിഷയമാണ്. മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് മരിച്ചുപോയ ആരും തന്നെ മടങ്ങി വന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഉപനിഷത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഉപനിഷത്ത് ജനനത്തിനും മരണത്തിനും അപ്പുറത്ത് കുടികൊള്ളുന്നതാണ്. അവിടെ ജനനവുമില്ല, മരണവുമില്ല, രോഗവുമില്ല, വാർദ്ധക്യവുമില്ല, ദുഃഖവുമില്ല, ദൗർബല്യവുമില്ല. അതുകൊണ്ട് ഉപനിഷത്തിന് അത് സാധിക്കും. ഉപനിഷത്ത് മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർക്ക് അത് സാധിക്കും. ഉപനിഷത്ത് അതിന് മറുപടി നമുക്ക് തരുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ വിഷയം. 2ാമത്തെ ചർച്ച അതിലേക്ക് വരുന്നു. അപ്പോൾ ഈ സമ്പത്ത് കൊണ്ട് ഞാൻ മരണരഹിതയായി തീരുമോ? യാജ്ഞവൽക്യൻ പറഞ്ഞു, ഇല്ല, ഈ സമ്പത്ത് കൊണ്ട് മരണരഹിതയായി തീരില്ല. ഈ സമ്പത്ത് കൊണ്ട് സാധാരണയായി ലൗകികരായിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ സൗഖ്യമാണോ കൈവരുന്നത് അതെല്ലാം നേടി ഈ ഭൂമിയിൽ ആയുസ് അനുവദിക്കുവോളം കാലം കഴിയാം. അത് മാത്രമേ ഉള്ളൂ ഈ സമ്പത്ത് കൊണ്ടുള്ള പ്രയോജനം. അമൃതത്വം എന്നുള്ളത്, മരണരഹിതമായ അവസ്ഥ എന്നുള്ളത്, അത് ഈ സമ്പത്ത് കൊണ്ട് ലഭിക്കില്ല. അപ്പോഴേക്കും മൈത്രേയി അദ്ദേഹത്തോട് പറഞ്ഞു, അമൃതത്വം നൽകാൻ ശേഷിയില്ലാത്ത ഈ സമ്പത്ത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അതുകൊണ്ട് അല്ലയോ യാജ്ഞവൽക്യ, യദേവ ഭഗവാൻ വേദ തദേവമേ ബ്രൂഹീതി. യദേവ ഭഗവാൻ വേദ, യാതൊന്നാണോ അങ്ങ് അറിയുന്നത്? എന്താ? മരണത്തെ അതിലംഘിക്കാൻ ഉതകുന്ന സിദ്ധൌഷധമായിട്ട് യാതൊന്നിനെയാണോ അങ്ങ് അറിയുന്നത്? അതുതന്നെ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. അവിടെ മൈത്രേയിക്ക് സമ്പത്ത് വേണ്ട. എല്ലാവരും, ഇതും പരിധിയില്ലാത്ത സമ്പത്താണ്. അത്രയും സമ്പത്ത് വരുന്നു എന്ന് അറിയുമ്പോഴേക്കും സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കും. അതേപോലെ കാത്യായനി അത് തന്നെ ചെയ്തു, സ്വീകരിച്ചു. പക്ഷേ മൈത്രേയിക്ക് അത് പോരാ. ഈ സമ്പത്ത് കൊണ്ട് കാര്യമില്ല. വേണ്ടത് അമൃതത്വമാണ്, മരണരഹിതമായ അവസ്ഥ. അത് ഏതൊരു ജ്ഞാനം കൊണ്ട് ലഭിക്കുമോ അത് അങ്ങേക്ക് അറിയാമല്ലോ. അത് അങ്ങ് പറഞ്ഞു തന്നാലും